കേരള രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാരുടെ വ്യക്തി വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ ചോർത്തിയെന്ന അതീവ ഗുരുതരമായ ആരോപണവുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുന്നു. ഭരണയന്ത്രത്തിന്റെ സ്ഥിരാകേന്ദ്രമായ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് നടന്ന ഈ നീക്കം ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്നതാണെന്നും സ്വകാര്യതയിലേക്കുള്ള നഗ്നമായ കടന്നുകയറ്റമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മറ്റ് സേവന വിവരങ്ങളും കൈകാര്യം ചെയ്യുന്ന അതീവ സുരക്ഷയുള്ള പ്ലാറ്റ്ഫോമാണ് സ്പാർക്ക്. ഈ സംവിധാനത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അയച്ച കത്താണ് ഇപ്പോൾ വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി സേവനമനുഷ്ഠിക്കുന്ന സാംബശിവ റാവുവാണ് ഈ വിവരങ്ങൾ തേടി സ്പാർക്കിന് ഔദ്യോഗികമായി കത്തയച്ചത്. സാധാരണഗതിയിൽ ഭരണപരമായ ആവശ്യങ്ങൾക്കല്ലാതെ ജീവനക്കാരുടെ ഫോൺ നമ്പറുകൾ, വിലാസം, ജോലി സംബന്ധമായ പ്രത്യേക വിവരങ്ങൾ എന്നിവ കൈമാറാൻ നിയമപരമായ തടസ്സങ്ങളുണ്ട്. എന്നാൽ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഡാറ്റ ആവശ്യപ്പെട്ടതെന്ന് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച രേഖകൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പുറത്തുവിടുകയും ചെയ്തു. അതിസങ്കീർണമായ രീതിയിലാണ് ഈ വിവരശേഖരണം നടന്നതെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾക്കായി വികസിപ്പിച്ച കെ സ്മാർട്ട് സംവിധാനം ഉപയോഗപ്പെടുത്തി വിവരങ്ങൾ ക്രോഡീകരിക്കാൻ നിർദ്ദേശം നൽകി. അതോടൊപ്പം എല്ലാ വകുപ്പുകളിൽ നിന്നുമുള്ള വിവരങ്ങൾ ശേഖരിച്ച് അവ വിശകലനം ചെയ്യാൻ എളുപ്പമുള്ള രീതിയിൽ എക്സൽ ഷീറ്റുകളാക്കി മാറ്റാനാണ് ആവശ്യപ്പെട്ടത്. ഈ ഡേറ്റ PRD സ്പെഷ്യൽ സെക്രട്ടറിക്ക് കൈമാറാനായിരുന്നു നിർദ്ദേശം. സർക്കാരിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി ഈ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാനാണ് നീക്കമെന്നും ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്.